പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോഡ് ആരിക്കാടി താൽക്കാലിക ടോൾ പിരിവിൽ യൂസർ ഫീ പിരിവിനെതിരെ കനത്ത പ്രതിഷേധം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുന്നു. ആദ്യം നമ്മൾ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാസർഗോഡ് ആരിക്കാടി താൽക്കാലിക ടോൾ പിരിവിൽ യൂസർ ഫീ പിരിവിനെതിരെ കനത്ത പ്രതിഷേധമാണ് നടക്കുന്നത്. മുക്കിന് ടോൾ പിരിവ് നടത്തുന്നു, ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിലും പറയുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എന്താണ് ശരിക്കുമുള്ള സംഭവം? ദേശീയപാതയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ ഒന്നാം ബീച്ചിലാണ് ദേശീയപാത അധികൃതർ ഇത്തരത്തിൽ താൽക്കാലിക ടോൾ പ്ലാസ നിർമ്മിച്ച് യൂസർ ഫീസ് ഈടാക്കി തുടങ്ങിയത്. ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ യൂസർ ഫീസ് ഈടാക്കി തുടങ്ങിയ വിവരമറിഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും സമരസമിതിയുടെ ആളുകളും ഇവിടെ എത്തിച്ചേർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മംഗലാപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും യാത്ര മുടങ്ങി കിടക്കുന്ന സ്ഥിതിവിശേഷത്തിലാണുള്ളത്. സ്കൂൾ വാഹനങ്ങൾ അടക്കം, എയർപോർട്ടിൽ പോകേണ്ടവർ അടക്കം ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. നിലവിൽ ഈ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അനുമതിയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി ദേശീയപാത ഇത്തരത്തിൽ ടോൾ പിരിവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിയമം അനുശാസിക്കുന്നത് 60 കിലോമീറ്റർ പരിധി വേണം ഒരു ടോളിൽ നിന്ന് മറ്റൊരു ടോളിലേക്ക്. പക്ഷേ ഇത് മഞ്ചേശ്വരത്തിനടുത്ത് തൊട്ട് തലപ്പാടിയിൽ ഒരു ടോൾ ഉണ്ട്. ആ ടോളിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രമാണ് പുതിയ ടോൾ ഗേറ്റിലേക്കുള്ളത്. അത് 22 കിലോമീറ്ററിൽ ഒരു ടോൾ എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം കൂടിയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തിയത്. പക്ഷേ ഈ സമരങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയിലാണ് ബന്ധപ്പെട്ട ദേശീയപാത അധികൃതർ പെരുമാറിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ടോൾ പിരിവ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ AK മഷറഫ് ഉൾപ്പെടെയുള്ള MLA മാർ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM പാർട്ടിയിൽപ്പെട്ടവരാണ് പ്രധാനമായും ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോൾ റോഡ് ഉപരോധിക്കുന്നത്. എന്തായാലും ഇത് അന്യായമായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കോടതി പോലും ഇത്തരത്തിൽ ഈ ടോൾ പിരിക്കാൻ അനുമതി നൽകാത്ത ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി ഇത്തരത്തിൽ ഈ കേസിന് വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവർ പിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലപ്പാടിയിലാണ് ഒരു ടോൾ ഗേറ്റ് ഉള്ളത്. അവിടെ നിന്ന് 22 കിലോമീറ്റർ മാത്രം ആണ് അടുത്ത ടോൾ ഗേറ്റിലേക്കുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദേശീയപാത അധികൃതർ താൽക്കാലിക ടോൾ പിരിവ് നടത്തുന്നത്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ ഒന്നാം ബീച്ചിലാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് നടത്തുന്നത്. എന്തായാലും കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ അത് വലിയ രീതിയിലുള്ള അക്രമത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പോലീസ് വൃന്ദമാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ സീതാംകോളി വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. ദേശീയപാതയിൽ നിന്ന് സീതാംകോളി വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഈ ബ്ലോക്കിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടുതലായി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിച്ചേരുകയാണ്. മറ്റ് പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ ടോൾ പിരിവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരവുമായി ഇത്തരത്തിൽ ഉപരോധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഒന്നടങ്കം സൂചിപ്പിക്കുന്നത്. അന്യായമായി ചെയ്യുന്ന ഒരു കാര്യത്തെ, ഇത്തരത്തിൽ ജനദ്രോഹപരമായി ചെയ്യുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കാൻ ഒരു തരത്തിലും സാധിക്കുമല്ല എന്നാണ് ഇവർ
പ്രധാനമായും പറയുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമരം കാസർഗോഡ് നിന്ന് കാണാൻ സാധിക്കുന്നു. അന്യായമായി പിരിക്കുന്ന ഈ ടോൾ പിരിവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ നാളുകളിലും കണ്ടതാണ്. അതിന്റെ ഒരു തുടർ എന്ന രീതിയിൽ തന്നെ ഇതിനെയും കാണാൻ സാധിക്കും. വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തുന്നു. മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണുള്ളത്. സ്കൂൾ ബസ്സുകൾ അടക്കം, ടാങ്കറുകൾ അടക്കം, എയർപോർട്ടിൽ പോകേണ്ടവരടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്തായാലും ആംബുലൻസ് കടന്നു പോകാനുള്ള ഒരു അനുമതി ഈ പ്രതിഷേധക്കാർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. അത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് പോയതാണ്. ടോൾ ഗേറ്റിന് വലിയ രീതിയിലുള്ള സംരക്ഷണം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റിന് 100 മീറ്റർ അപ്പുറത്തേക്ക് ബാരിക്കേഡ് വെച്ച് ഇത് സംരക്ഷണം ഒരുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ടോൾ പിരിവിനെതിരെ സമരം ശക്തമാക്കും. അത് എത്ര വില കൊടുത്താണേലും ആ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ജോസഫ്, കാസർഗോഡ് ആരിക്കാടി താൽക്കാലിക ടോൾ പിരിവിൽ യൂസർ ഫീ പിരിവിനെതിരെ കനത്ത പ്രതിഷേധം നടക്കുകയാണ്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.